എടാ, ഇനി ഞാൻ കയറട്ടെ? നീ കുറെ നേരമായില്ലേ കളിക്കുന്നു? കുറച്ചുകൂടി ആടിയിട്ട് തരാം. മുത്തശ്ശി, എനിക്ക് ഇവൻ കുതിര കളിക്കാൻ തരുന്നില്ല. എത്ര നേരമായി ഞാൻ ചോദിക്കുന്നെന്നറിയോ? ഇനി കുറച്ചു നേരം എനിക്ക് തരാൻ പറ മുത്തശ്ശി. ഓ, തുടങ്ങിയോ രണ്ടുപേരും രാവിലെ തന്നെ? മുത്തശ്ശി വന്നോ? എന്നാ ഇനി നീ എടുത്തോ. ഇതാ. ഇവനിതെന്ത് പറ്റി ഇത്ര പെട്ടെന്ന് തരാൻ മാത്രം? മുത്തശ്ശി, ഇന്നൊരു കുതിരയുടെ കഥ പറഞ്ഞു തരുമോ? അമ്പടാ, അപ്പൊ അതാണ് കാര്യം. അതിനെന്താ, വാ ഇരിക്കി. എന്നാൽ എനിക്കും കേൾക്കണം. എന്തേ, നിനക്കിപ്പൊ കുതിര കളിക്കണ്ടേ? അത് പിന്നെ മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്, അല്ലേ മുത്തശ്ശി? അതെ അതെ, എന്നാ കേട്ടോ. പണ്ടൊരു കാട്ടിൽ വഴി തെറ്റി വന്നൊരു കുതിരയുടെ കഥയാണ് മുത്തശ്ശി പറയാൻ പോകുന്നത്. സിംഹരാജൻ വേട്ട കഴിഞ്ഞ് ദിവസവും പരിവാരങ്ങളോടുകൂടി ദാഹം തീർക്കാനും വിശ്രമിക്കാനും എത്തുക ഈ നദിക്കരയിലാണ്. ഒരു ദിവസം പതിവ് പോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് സിംഹരാജൻ ഒരു ശബ്ദം കേട്ടത്. ഇവിടെ നിന്നാണ് ശബ്ദം കേട്ടത്? അതെന്ത് ജീവിയാണ്? എന്തായാലും പേടിച്ച് നിലവിളിച്ചതല്ല, ചങ്ങാത്തം കൂടാനുള്ള ശബ്ദവുമല്ല. ഇനി ആരെങ്കിലും എന്നെ വെല്ലുവിളിക്കുകയാണോ? അതോ ഏതെങ്കിലും വലിയൊരു ജന്തു ഈ കാട് കീഴടക്കാൻ വന്നതാണോ? സിംഹരാജൻ പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറി കൂടെ വന്ന ചെന്നായയോടും കുറുക്കനോടും ഒരു വാക്കുപോലും പറയാതെ വേഗത്തിൽ നടന്നു. പക്ഷെ കുറുക്കനും ചെന്നായും ഇത് കാണുന്നുണ്ടായിരുന്നു. സിംഹരാജാവിന് ഇതെന്തു പറ്റി? എന്നും പതിവ് പോലെ എല്ലാവരുടെയും ദാഹം തീർത്ത് ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ പോകാറ്. ഇപ്പൊ ഇതെന്ത് പറ്റി? എനിക്കാണേ ദാഹിച്ചിട്ട് വയ്യ. ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ വരാം. സിംഹരാജാവിന് എന്തോ മനപ്രയാസം വന്ന് പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒന്ന് തിരക്കിയിട്ട് വരാം. നീ ഇവിടെ ഇരിക്ക്. പ്രഭു, അങ്ങ് ദാഹിച്ചു വലഞ്ഞാണ് നദിക്കരയിലെത്തിയത്. എന്നിട്ട് ദാഹം തീർക്കാതെ തിരിച്ചു പോണു. ഇപ്പോഴിതാ ഇവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കുന്നു. എന്താണ് ഉണ്ടായതെന്ന് പറയൂ. ഇവനെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, പറയാം. വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. നിങ്ങൾ കേട്ടിരുന്നോ? അതെ, ഞാനും കേട്ടിരുന്നു. ഏതോ ഒരു ജന്തു അലറുന്ന പോലെ തോന്നി. ആ, തോന്നിയല്ലേ? ഇതുപോലൊരു ശബ്ദം ഞാൻ എന്റെ കാട് ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഈ കാട് കൈയടക്കാൻ വന്ന ഏതെങ്കിലും ദുഷ്ടമൃഗമാവണം. ഇങ്ങേർക്ക് വട്ടായോ? ഈ കാട് ഞാൻ ഭരിക്കേണ്ടി വരുമോ ഈശ്വരാ? അല്ല, അങ്ങ് ആ ശബ്ദം കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഞാൻ അങ്ങയുടെ മുഖ്യമന്ത്രിയല്ലേ. അങ്ങയുടെ രക്ഷയാണ് എന്റെ ലക്ഷ്യം. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ ശബ്ദത്തിനുടമ ആരാണെന്ന് കണ്ടുപിടിക്കാം. ഇത് കേട്ട സിംഹത്തിന് സന്തോഷമായി. എന്നാൽ അങ്ങനെ ആവട്ടെ. ഇതും പറഞ്ഞ് കുറുക്കൻ ആ ശബ്ദത്തിനുടമ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. ആരാത്? ആരാന്നാ ചോദിച്ചത്? അത് ചോദിക്കാൻ താനാരാ? ഞാനോ? ഞാൻ ഈ കാട് വാഴുന്ന സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണ്. നിന്നെ ഇതിനു മുന്നേ ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. നീ ഏതാ? ഓ, സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണല്ലേ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാനൊരു 2 ആഴ്ചയായി ഈ കാട്ടിൽ വന്നിട്ട് എന്റെ യജമാനുമായി പോകുമ്പോൾ കാലുവഴുതി ഞാൻ ഈ പുഴക്കരയിൽ വീണു. പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. യജമാനൻ എന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ മെല്ലെ എന്റെ കാലിന്റെ അസുഖം മാറി. അങ്ങനെ ഞാൻ ഈ കാട്ടിൽ കൂടി.
ഇവനെ വെച്ചൊരു കളി കളിക്കാം. വേട്ടയ്ക്ക് പോയി ഒന്നും കിട്ടാത്തതിന്റെ ക്ഷീണം മാറ്റുകയും ചെയ്യാം. നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ്. കണ്ടാലറിയാം. നിങ്ങളുടെ രാജാവിനോട് പറഞ്ഞ് എനിക്ക് ജീവിതകാലം മുഴുവൻ ഈ കാട്ടിൽ താമസിക്കാൻ അനുവാദം വാങ്ങി തരണം. ഞാൻ നോക്കട്ടെ. ഞാൻ ആദ്യം അദ്ദേഹവുമായി സംസാരിക്കട്ടെ. മന്ത്രി രാജാവിന്റെ അരികിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. പ്രഭു, അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. അതൊരു സാധാരണ കുതിരയാണ്. ആണോ? എന്നാൽ നിനക്കതിനെ നമ്മുടെ ഇന്നത്തെ വേട്ടമൃഗമാക്കാമായിരുന്നില്ലേ? എനിക്കൊറ്റയ്ക്ക് എന്തായാലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ കുതിരയോട് പറഞ്ഞു, ഈ കാട് ഭരിക്കുന്ന സിംഹരാജാവ് ഒരു പാവമാണ്. നീ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ്. അതിനാൽ എന്റെ രാജാവിന്റെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. കൊള്ളാം, നിന്റെ ബുദ്ധി അപാരം തന്നെ. നമുക്കൊരുമിച്ച് അവനെ ഇവിടെ വെച്ച് ശരിപ്പെടുത്താം. ഒരു കുട്ടി പോലും അറിയില്ല. അങ്ങനെ ഇതൊന്നും അറിയാത്ത പാവം കുതിര സിംഹത്തിന്റെ ഗുഹയിലേക്ക് കയറി. തക്കം പാർത്തിരുന്ന സിംഹവും കുറുക്കനും കൂടി കുതിരയെ ശരിപ്പെടുത്തി വീതിച്ചെടുത്തു. ബുദ്ധിശാലികൾ കൗശലത്താൽ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കും. ഏത് ശക്തിയും അവരുടെ തന്ത്രത്തിനു മുന്നിൽ കീഴ്പ്പെടും. അത് ശരി, ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് നീ ഇവിടെ കുത്തിയിരുന്ന് പടം വരയ്ക്കുകയാണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, ഇവൻ എന്നെ വരയ്ക്കാൻ സമ്മതിക്കുന്നില്ല. മോനെ, ഇവിടെ വന്നേ. അവൾ വരയ്ക്കുകയല്ലേ? അതെന്തിനാ എടുത്തുകൊണ്ട് പോയത്? ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് അവള് വന്നില്ല. അതാ ഞാൻ തട്ടിപ്പറിച്ചോടിയത്. ആ പോട്ടെ, ഇനി അതും പറഞ്ഞ് തല്ലു കൂടണ്ട രണ്ടാളും. എവിടെ? മോള് വരച്ചത് മുത്തശ്ശി കണ്ടില്ലല്ലോ. നോക്കട്ടെ. ഹായ്, നല്ല രസമുണ്ടല്ലോ ഈ കിളികളെ കാണാൻ. എന്നാൽ മുത്തശ്ശി ഇന്ന് 2 കിളികളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ 2 കിളികൾ താമസിച്ചിരുന്നു. ദിവസങ്ങളായി പെൺകുരുവി അടയിരിക്കുകയായിരുന്നു. 5 മുട്ടകളുണ്ട്. അത് വിരിഞ്ഞാൽ അവർക്ക് 5 മക്കളുണ്ടാകും. ആദ്യമായി തങ്ങൾ മാതാപിതാക്കളാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ആ കിളികൾ. അതെ, കുഞ്ഞുങ്ങളായ പിന്നെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും കിന്നാനം പറയാനും ഒന്നും സൗകര്യം കിട്ടില്ല കേട്ടോ. ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞുങ്ങളായാലും ഇല്ലേലും നമ്മൾ എന്നും ഇതുപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണം എന്നാണ് എന്റെ പ്രാർത്ഥന. ദൈവം അനുഗ്രഹിക്കട്ടെ. അയ്യോ, എന്താണിത്? ഭൂമി കുലുക്കുമോ? അയ്യോ ചേട്ടാ, നമ്മുടെ കുഞ്ഞുങ്ങൾ. ആനക്കുട്ട, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. ഞങ്ങളുടെ മുട്ടകൾ താഴെ വീണുടഞ്ഞു പോകും. ആനക്കുട്ടനുണ്ടോ? ആൺകിളിയുടെ കരച്ചിൽ കേൾക്കുന്നു. അവൻ കൂടുതൽ ശക്തിയോടെ കരച്ചില കുലുക്കി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ ദുഷ്ട. ഇത്തിരി പോന്ന നീ എന്നെ എന്തു ചെയ്യാനാണ്? നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യ്. ഞാൻ ആ പുഴക്കരയിൽ കാണും. ഇതും പറഞ്ഞ ആന അവിടെ നിന്നും നടന്നുപോയി. ആൺകിളി വേഗം വീട്ടിനുള്ളിലേക്ക് പറന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ല, ഞാൻ അവരെ ചേർത്ത് പിടിച്ചിരുന്നു. ദൈവം രക്ഷിച്ചു. എന്തായാലും ആ ആനയെ ഇനി അങ്ങനെ വിട്ടുകൂടാ. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അവനിനി ഇതുപോലെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടടുത്ത മരത്തിൽ കൂടുകൂട്ടിയ ഒരു അണ്ണാൻ അവിടേക്ക് വന്നു. ഞാനും എല്ലാം കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ വീടിന് നേരെ ആയിരുന്നു ആനക്കുട്ടന്റെ ആക്രമം. നമ്മൾ ചെറുജീവികൾ എന്ത് ചെയ്യാനാ? സഹിക്കുകയല്ലാതെ. ദുഷ്ടനായ ആ ആനക്കുട്ടനോട് പകരം വീട്ടാൻ ഞങ്ങളെ സഹായിക്കാമോ? ഞാൻ എന്ത് ചെയ്യാനാണ്?
എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, തേനീച്ചറാണി. ഞാൻ അവളെ കൂടെ വിളിച്ചു കൊണ്ടുവരാം. അവൾക്കും ഈ ആനയോട് വിരോധമുണ്ട്. അവളുടെ കൂടെ ഒരു ദിവസം ഇവൻ തകർത്തു. ആ പക മനസ്സിൽ വെച്ച് നടക്കാണ് അവനോട് പ്രതികാരം ചെയ്യാൻ. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. ഐക്യമത്യം മഹാബലം. ഇപ്പോ തന്നെ തേനീച്ചറാണിയെ വിളിക്ക്. ആൺകിളി നടന്ന കാര്യങ്ങൾ തേനീച്ചറാണിയോട് പറഞ്ഞു. ഞാനിതാ ഇപ്പൊ തന്നെ വരാം. ഇതാണ് ഞാൻ പറഞ്ഞ തേനീച്ചറാണി. നമസ്കാരം. അറിഞ്ഞില്ലേ, നിന്റെ കൂട് തകർത്ത ആ മതയാന ഇവരുടെ ഈ കൂടും തകർക്കാൻ നോക്കി. ഇനിയും അവനെ ഇങ്ങനെ വെച്ച് പൊറപ്പിച്ചൂടാ. ശരിയാണ്, ഈ ചിന്ത കുറച്ചു നാളായി എന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. എനിക്കൊരു ചങ്ങാതിയുണ്ട്, അറിയാലോ, തവളച്ചേട്ടൻ. അറിയാം, പുഴക്കരയിൽ താമസിക്കുന്ന മാക്രിക്കാരനല്ലേ? അതെ, ആ ആള് തന്നെ. നമ്മുടെ ദുഃഖം ഞാൻ വരുന്ന വഴിക്ക് തവളച്ചേട്ടനോടും പറഞ്ഞു. അങ്ങേരെ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്തു വഴി? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? നമുക്ക് തവളച്ചേട്ടനെ ഒന്ന് പോയി കാണാം. ഇപ്പോൾ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ. ഓക്കെ, നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. തേനീച്ച എല്ലാ വിവരവും മാക്രിക്കാരനവരെ ധരിപ്പിച്ചു. കാരണവർ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അവർക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ആ ആന ഇപ്പോൾ മതപ്പാടിലാണ്. അവനെ കൊണ്ട് ഇനി ആർക്കും ശല്യം ഉണ്ടാവരുത്. ദാ ഇവിടെ അടുത്തുള്ള ഒരു പാറയിലാണ് അവൻ പതിവായി കിടക്കാറുള്ളത്. ഉച്ചനേരത്ത് വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കും. അന്നേരം നിങ്ങൾ തേനീച്ചക്കൂട്ടം നിങ്ങളുടെ പണി തുടങ്ങണം. തലയിലും കണ്ണിലും കുത്തേറ്റ് കണ്ണ് കാണാൻ പോലും വയ്യാതെ ആനക്കുട്ടൻ പരക്കം പായും. ദാഹിച്ചു നിൽക്കുന്ന അവന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ആകെ വെപ്രാളമാവും. ദാഹം തീർക്കാൻ എന്തു വഴിയെന്ന് തിരയുകയാവും അവൻ. അന്നേരം ചളിക്കുയിലിരുന്ന് ഞങ്ങൾ പൊക്രം പൊക്രം എന്ന് വിളിക്കാം. കുളക്കരയിലിരുന്നാണ് തവളകൾ കരയുന്നതെന്ന് വിചാരിച്ച് അവൻ ചളിക്കുയിലേക്ക് വരും. ചളിക്കുയിൽ ഇറങ്ങിയാൽ പിന്നെ അവന് കരയ്ക്ക് കയറാൻ കഴിയില്ല. ആ ചളിക്കുയിൽ കിടന്ന് അവനൊരു പാഠം പഠിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി. മാക്രിക്കാരനവരുടെ സൂത്രം ഫലിച്ചു. വെള്ളം കുടിക്കാൻ വന്ന ആന അവിടെ എത്തിയതും തേനീച്ചക്കൂട്ടം തങ്ങളുടെ പണി തുടങ്ങി. അപ്പോഴാണ് ദൂരെ തവളച്ചേട്ടന്റെ കരച്ചിൽ കേട്ടത്. ആനക്കൂട്ടൻ വേഗം ആ ഭാഗത്തേക്ക് പാഞ്ഞു. തവള കരയുന്നിടത്ത് കുളമോ നദിയോ ഉണ്ടാകുമല്ലോ. വെള്ളത്തിൽ ചാടിയാൽ കടന്നൽ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടാമല്ലോ. തവളയുടെ കരച്ചിൽ കേട്ട സ്ഥലത്ത് പാഞ്ഞെത്തിയ ആനക്കുട്ടൻ അടിതെറ്റി വീണത് ഒരു ചളിക്കുഴിയിലേക്കായിരുന്നു. കുറെ നേരം കഴിഞ്ഞ് മറ്റാനകൾ വന്ന് ആനക്കുട്ടനെ കൊക്കയിൽ നിന്നും രക്ഷിച്ചു. വീഴ്ചയിൽ നല്ല പരുക്ക് പറ്റിയ ആനക്കുട്ടൻ അതോടുകൂടി ഒരു പാഠം പിടിച്ചു. പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചില്ല. നിസ്സാരന്മാരാണെങ്കിലും ഒന്നിച്ചു നിന്നാൽ വൻ ശക്തിയാവും. ആ ശക്തിക്ക് ഏത് വമ്പനെയും അടിയറവ് പറയിക്കാനാകും. പണ്ടൊരു കാട്ടിൽ ഒരു മൂങ്ങ സന്യാസി ജീവിച്ചിരുന്നു. മൂങ്ങ സന്യാസിക്ക് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു കുരങ്ങൻ, മുയൽ, കരടി, ആന. ഇവർ 4 പേരായിരുന്നു മൂങ്ങ സന്യാസിയുടെ ശിഷ്യന്മാർ. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. എന്റെ പ്രിയ ശിഷ്യരെ, നിങ്ങളുടെ കഴിവുകൾ പരീക്ഷിക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. ഈ 3
വളയങ്ങൾ ഭൂമിയിലെ 3 വലിയ ശക്തികളായ വായു, ജലം, തീ അവ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലോകത്ത് ഐക്യം കൊണ്ടുവരാൻ കഴിയും. ഏത് ആപത്തിൽ നിന്നും ഈ ലോകത്തെ നിങ്ങൾക്ക് രക്ഷിക്കാനും കഴിയും. വരൂ, ഓരോരുത്തരായി വന്ന് വളയം ധരിക്കൂ. കാറ്റിന്റെ അനുഗ്രഹത്തോടെ ഞാൻ ആകാശത്തിലൂടെ പറക്കും. ജലത്തിന്റെ അനുഗ്രഹത്താൽ ഞാൻ ജീവൻ രക്ഷിക്കുകയും ഭൂമിയുടെ ദാഹം തീർക്കുകയും ചെയ്യും. തീയുടെ അനുഗ്രഹത്താൽ ഈ കാടിനെ സംരക്ഷിക്കും. ഇത് കണ്ട ആനയ്ക്ക് സങ്കടമായി. അവന് കൊടുക്കാൻ വളയങ്ങളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ആനക്കുട്ട, നീ വിഷമിക്കരുത്. നിന്റെ ശക്തി തെളിയിക്കാൻ നിനക്ക് ഇതുപോലുള്ള മാന്ത്രിക വലയത്തിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് മാത്രം മതി. എന്നെ അനുഗ്രഹിച്ചാലൂ. പിന്നൊരു കാര്യം, ഈ വളയത്തിന്റെ ശക്തി അനാവശ്യമായോ മറ്റു ജീവികളെ ഉപദ്രവിക്കാൻ വേണ്ടിയോ ഉപയോഗിക്കരുത്. അങ്ങനെ ഞാൻ അറിഞ്ഞാൽ നിങ്ങളുടെ ശക്തി ഞാൻ തിരിച്ചെടുക്കും. ഓർമ്മയിരിക്കട്ടെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുരങ്ങനും മുയലും കരടിയും അവരുടെ കൂട്ടുകാർക്കൊപ്പം അവരുടെ മാന്ത്രിക കഴിവുകൾ മറച്ചു വെച്ചുകൊണ്ട് കാട്ടിൽ സാധാരണ മൃഗങ്ങളെ പോലെ പെരുമാറി. അതേസമയം ബുദ്ധിമാനായ ആന അവന്റെ അറിവ് കൂട്ടുകാർക്ക് വേണ്ടി പങ്കിട്ട് അവരെ സഹായിച്ചു. ഓഹോ, അപ്പോ അവൻ മാത്രം അവന്റെ കഴിവ് വെച്ച് കാട്ടിൽ വലിയ ആളായി. മാന്ത്രിക വളയം കൈവശമുള്ള നമ്മൾ മാത്രം സാധാരണക്കാരെ പോലെ ഇങ്ങനെ ആരും അറിയാതെ നടക്കുന്നു. ശരിയാണ്, ഇങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മൾ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ഉടനെ എല്ലാവരെയും വിളിച്ച് നമ്മുടെ തീരുമാനം അറിയിക്കാം. എന്താ? അതെ. അങ്ങനെ അവർ 4 പേരും ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. എന്താ കൂട്ടുകാരെ, പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എന്താ? എന്തു പറ്റി? എന്താ പ്രശ്നം? എന്റെ സഹായം വല്ലതും വേണോ? ആ, നിന്റെ ഇതുവരെയുള്ള സഹായമൊക്കെ മതി. ഞങ്ങൾ ആരാണെന്ന് ഇനി മറച്ചു വെക്കുന്നില്ല. എല്ലാവരെയും അറിയിക്കാൻ പോവുകയാണ്. അയ്യോ, അപ്പോൾ മൂങ്ങ സന്യാസി പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ഞങ്ങളല്ല, നീയല്ലേ മറന്നത്. നിന്റെ കഴിവ് വെച്ച് കാട്ടിലൊരു നിലയും വിലയും നീ ഉണ്ടാക്കി. ഞങ്ങളോ? എനിക്കറിയുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു തെറ്റാണോ? അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മൂങ്ങ സന്യാസി ഇതറിഞ്ഞാൽ നമ്മുടെ മാന്ത്രിക കഴിവുകൾ തിരിച്ചെടുക്കും. എടുത്തോട്ടെ, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാ. വാ, നമുക്ക് പോകാം. ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ആനയെ കൂട്ടാതെ തങ്ങളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുത്തു. ഞാൻ ഒരു ഐഡിയ പറയാം. എനിക്ക് കിട്ടിയ മാന്ത്രിക വളയത്തിന്റെ ശക്തി തീയാണല്ലോ. ഞാൻ ഈ കാട് മുഴുവൻ കത്തിക്കാം. അപ്പോൾ എല്ലാവർക്കും എന്റെ ശക്തി മനസ്സിലാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മാന്ത്രിക ശക്തിയായ കാറ്റിനെ വെച്ച് തീ ആളെ കത്തിക്കാം. എന്നാൽ ഞാൻ അപ്പോഴേക്കും എന്റെ ശക്തിയായ ജലം ഉപയോഗിച്ച് വേഗം തന്നെ ആ തീ കെടുത്താം. ഇല്ലെങ്കിൽ പണി പാളും. നമ്മുടെ ശക്തി 4 ആൾ അറിയുകയും ചെയ്യും. ആർക്കും ആപത്ത് വരികയുമില്ല. എന്താ? അങ്ങനെ അവരെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു. അവർ ചെയ്യാൻ പോകുന്നത് ഒരു തീക്കളിയാണെന്ന് അവർ അറിഞ്ഞില്ല. അവ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്.
തീ കെടാതെ ആളിപ്പടർന്നു. പണി പാളിയെന്നാ തോന്നുന്നേ. ഇനി എന്ത് ചെയ്യും? ഒന്നും വേണ്ടിയിരുന്നില്ല. ആനക്കുട്ടനെ വിളിക്കാം. അവന്റെ കൈ രക്ഷപ്പെടാൻ എന്തെങ്കിലും ബുദ്ധി കാണും. ആനക്കുട്ടാ. നന്ദിയുണ്ട്. നിന്റെ അറിവും ധീരതയും ഞങ്ങളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു. അതെ, ഇനി മുതൽ ഞങ്ങൾ നിന്നെ അനുസരിക്കും. നീ ശരിക്കും ഞങ്ങളിൽ ഏറ്റവും ജ്ഞാനിയാണ് പ്രിയ സുഹൃത്തെ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. പണ്ട് പണ്ട് ഒരു പുഴക്കരയിൽ ഒരു ആമ ജീവിച്ചിരുന്നു. അങ്ങനെ പുഴയിലും തീരത്തുമായി ഇഷ്ടം പോലെ ഭക്ഷണവും കഴിച്ച് സുഖമായി കഴിയുകയായിരുന്നു നമ്മുടെ ആമ. പെട്ടെന്നാണ് ഒരു കിളി അതുവഴി പറന്നു വന്നത്. ഹായ് ആമച്ചേട്ടാ, ഉച്ചമയക്കത്തിലായിരിക്കുമല്ലേ? അല്ല, ആരിത്? എന്താ ഈ വഴിയൊക്കെ? ഓ, ഒന്നും പറയണ്ട എന്റെ ചേട്ടാ. ആ ആനക്കുട്ടനെ കൊണ്ട് തോറ്റു. എന്താ? എന്തു പറ്റി? അവൻ വീണ്ടും ഞങ്ങളുടെ വീട് തകർത്തു. അയ്യോ കഷ്ടം. അന്ന് നിങ്ങൾ ആ മാക്രി കാരണം വരെ കൂട്ടുപിടിച്ച് അവനെ ഒരു പാഠം പഠിപ്പിച്ചതല്ലേ? അവൻ എത്ര കിട്ടിയാലും പഠിക്കില്ല. അമ്മ ചെയ്തതിന്റെ വാശി തീർത്തതാണ്. അവൻ അതൊരു ഹരം. കഷ്ടപ്പാട് ഞങ്ങൾക്കും. ആ അത് ശരിയാണ്. നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. കമ്പികളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് നശിപ്പിക്കാൻ ആനക്കുട്ടനെ പോലെ ഓരോന്ന് വരികയും ചെയ്യും. എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ വിധി. അല്ലാതെ എന്ത് പറയാൻ? കണ്ടില്ലേ, എനിക്ക് നിങ്ങളെപ്പോലെ കൂടുണ്ടാക്കുകയൊന്നും വേണ്ട. എന്റെ പുറന്തോട് തന്നെയാണ് എന്റെ കൂട്. ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഞാനിതിൽ കയറി കൂടും. അതും ശരിയാണ്. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയോ വീടുണ്ടാക്കുന്നത്. അതാണ് ആനക്കുട്ടൻ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുന്നത്. പക്ഷേ വേറെയും ഒരു കാര്യമുണ്ട്. ആ എന്ത് കാര്യം? ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് താമസിക്കുന്നത്. നിന്റെ പുറന്തോട് നിനക്കൊരു വീട് പോലെ താമസിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിൽ നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ. ഒറ്റയ്ക്കൊരു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചുള്ള വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത്. നീ പറഞ്ഞത് ശരിയാണ്. ഒരു വലിയ വീടുണ്ടാക്കുക എന്നതല്ല, ആ വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം. ഞാൻ എന്നും ഈ പുഴക്കരയിൽ ഒറ്റയ്ക്കാണ്. പുഴക്കരയിൽ മാത്രമല്ല, ജീവിതത്തിലും ഇൻസ്റ്റഗ്രാമിൽ പോലും ആർക്കും എന്നോട് ഒരു ലൈക്കും ഇല്ല. അയ്യോ, ഞാൻ ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അതൊക്കെ പോട്ടെ. ഞാൻ എപ്പോഴും ചേട്ടനോട് ഈ കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കും. പിന്നെ ചേട്ടൻ അത് ഫീലായാലോ എന്ന് കരുതിയാണ്. ഇല്ല, ഫീൽ ആവില്ല. നീ ചോദിക്കുക അമ്മുക്കിളി. ചേട്ടൻ എങ്ങനെയാണ് ഈ വീട് മുതുകിൽ വന്നത്? ഐ മീൻ പുറന്തോട്. അത് വന്നത് എങ്ങനെയാണ്? ഹാ, അതൊരു വലിയ കഥയാണ്. ആണോ? എന്നാൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ല, അങ്ങനെയല്ല, ഞാൻ ചുരുക്കി പറയാം. ആ, എന്നാൽ ഓക്കെ. എന്റെ മടിയും മുതുമുത്തശ്ശനാണ് ഇതിനെല്ലാം കാരണം. അങ്ങേരെന്ത് ചെയ്തു? ചേട്ടൻ മുതുമുത്തച്ഛനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല, അച്ഛൻ പറഞ്ഞു തന്ന കഥയാണ്. പറ, കേൾക്കട്ടെ. മുതുമുത്തശ്ശൻ മഹാമടിയനായിരുന്നു. ഒരു പടിക്കും പോകാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു ദിവസം.
നമസ്കാരം ആമച്ചാരെ, എന്താ സുഖമല്ലേ? നമസ്കാരം. വന്നാട്ടെ, അകത്തേക്ക് ഇരുന്നാട്ടെ. ഇല്ല, ഇരിക്കുന്നില്ല. പോയിട്ട് ഒരുപാട് പണികളുണ്ട്. നാളെയാണ് കാട്ടിലെ ഉത്സവം, മറന്നിട്ടില്ലല്ലോ. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വന്നതാണ്. അന്ന് എന്റെ വക ഈ കാട്ടിൽ നമുക്ക് വേണ്ടി ഒരു വിശേഷ സദ്യ കൊടുക്കുന്നുണ്ട്. നിർബന്ധമായും വരണം. നിന്റെ മടിയൊക്കെ അതിലൂടെ മാറും. എല്ലാം ശരിയാവും. നമ്മുടെ കാട് എല്ലാത്തിലും നിന്നും രക്ഷപ്പെടും. ശരി, ഞാൻ എന്തായാലും വരും. ഇതും പറഞ്ഞ് മൂകസന്യാസി പോയി. അങ്ങനെ പിറ്റേ ദിവസം കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും മൂങ്ങസന്യാസി പ്രത്യേകം ക്ഷണിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. എന്റെ മുതുമുത്തശ്ശൻ മാത്രം സദ്യയിൽ പങ്കെടുത്തില്ല. ആമച്ചാരെ വിശേഷ സദ്യ കഴിക്കാൻ കണ്ടില്ലല്ലോ. എവിടെ പോയി? ഛേ, ആരാണ് ഈ നേരത്ത് ഉറക്കം കളയാനായിട്ട്? ആ വാതില് തല്ലി പൊട്ടിക്കേണ്ട, ദാ വരുന്നു. ഞാൻ ഇന്നലെ ഒരുക്കിയ സദ്യയിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാതെ നീ ഇന്നലെ എന്തെടുക്കുകയായിരുന്നു? അതോ, അതെനിക്ക് ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു. നീ എന്നോട് കള്ളം പറയരുത്. നീ എന്താണ് ഇന്നലെ സദ്യയിൽ പങ്കെടുക്കാതിരുന്നത്? സത്യം പറ. അത് പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എല്ലാവരും പങ്കെടുക്കേണ്ട വിശേഷപ്പെട്ട ചടങ്ങാണ്, വിശേഷപ്പെട്ട സദ്യയാണ്, ഈ കാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നൊക്കെ. എന്നിട്ടും നീ വന്നില്ല. എന്തുകൊണ്ട്? അവനവന്റെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ സന്തോഷം നൽകുന്നതായി വേറെന്താണുള്ളത്? ഞാൻ നന്നായി കിടന്നുറങ്ങി. ആമയുടെ മടിയും അഹങ്കാരം നിറഞ്ഞ വാക്കുകളും മൂങ്ങസന്യാസിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യം വന്ന മൂങ്ങസന്യാസി ആമയെ ശപിച്ചു. സ്വന്തം വീടിനെ ചൊല്ലി അഹങ്കരിക്കുന്ന നീ ഇനി മുതൽ എന്നും ഈ വീട് മുതുകിൽ ചുമന്നുകൊണ്ട് നടക്കാനാകട്ടെ. അങ്ങനെ എന്റെ മുതുമുത്തശ്ശന്റെ വീട് ശരീരത്തിന് മുകളിൽ ഉറച്ചുപോയി. അതാണത്രേ ഞങ്ങളുടെ കട്ടിയുള്ള പുറന്തോടിന് കാരണം. എന്തായാലും ആമച്ചേട്ടൻ പറഞ്ഞതുപോലെ പുറന്തോട് കൊണ്ട് ദോഷത്തെക്കാൾ കൂടുതൽ ഏറ്റവും ഗുണമാണ് ആമച്ചേട്ടനും ഉണ്ടായത്, അല്ലേ? ആ, അത് ശരിയാണ്. എന്നാൽ ശരി, നേരം ഒരുപാടായി. ഞാൻ പോട്ടെ, നാളെ കാണാം. ബൈ. ഓക്കെ, ബൈ. എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ട്. അത് സ്വയം അംഗീകരിക്കാൻ പഠിക്കുക, ജീവിതത്തിൽ മുന്നേറുക. പണ്ടൊരു കാട്ടിൽ മിടുക്കനായ ഒരു കരടി ജീവിച്ചിരുന്നു. അവനെന്നും ക്ഷാമകാലത്തേക്ക് വേണ്ടി തേൻ ശേഖരിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ അന്നും പതിവ് പോലെ അവൻ തേൻ ശേഖരിക്കാൻ പോയി. അപ്പോഴാണ് അതുവഴി തന്റെ സുഹൃത്തായ തേനീച്ച പറന്നു വന്നത്. പിന്നല്ലാതെ എനിക്ക് പറഞ്ഞു തന്ന പോലെ ഞാനിപ്പോൾ ഇന്നും തേൻ ശേഖരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ പട്ടിണി എടുക്കേണ്ടി വന്നിട്ടില്ല. അതാണ് പറയുന്നത്, സമ്പത്ത് കാലത്ത് കൈപ്പത്ത് വെച്ച ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാമെന്ന്. നീ വരുന്നു എന്റെ കൂടെ? ഇല്ല, ഇന്ന് എനിക്ക് മലമുകളിലാണ് ഡ്യൂട്ടി. അവിടെ പുതിയ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ നേരം വൈകി. എന്നാ ഞാൻ വേഗം ചെല്ലട്ടെ. ഓക്കേ. ഇതും പറഞ്ഞവർ രണ്ടുപേരും പിരിഞ്ഞു. കുറഞ്ഞ സമയത്തിന് ശേഷം മാനമിരുണ്ടു. തേനെടുക്കാൻ പോയ കരടിക്കുട്ടൻ സമയം പോയതറിഞ്ഞില്ല. അവൻ കുടത്തിൽ നിറയെ തേനുമായി വീട്ടിലേക്ക് വേഗം നടന്നു. നല്ല മഴ വരുന്നുണ്ട്, വേഗം നടക്കാം. ഇന്നായെങ്കിൽ നല്ല അടിപൊളി സ്വർണ്ണ നിറത്തിലുള്ള തേനാണ് കിട്ടിയതും. പെട്ടെന്നാണ് വലിയ കാറ്റ് വീശിയതും ഇടിമിന്നലടിച്ചതും. അമ്മേ, എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കയറി നിൽക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ മഴ നനഞ്ഞ് ഞാൻ ഇഷ്ടപ്പെട്ട് ശേഖരിച്ചതിന്റെ തേനൊക്കെ വെള്ളത്തിലാവും. തേൻകുടവുമായി നമ്മുടെ കരടിക്കുട്ടൻ
അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് കയറി നിൽക്കാൻ ഒരു സ്ഥലം നോക്കി. പെട്ടെന്നാണ് ദൂരെ ഒരു ഗുഹ ശ്രദ്ധയിൽപ്പെട്ടത്. ഹാവൂ, ഒരു ഗുഹയല്ലേ അത്? വേഗം തന്നെ അതിനുള്ളിൽ കയറിക്കൂടാം. മഴ തോന്നിട്ട് ഈ വീട്ടിൽ പോകാം. കരടിക്കുട്ടൻ വേഗം തന്നെ ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി. ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയതും കരടിക്കുട്ടൻ പേടിച്ചു പോയി. നമ്മുടെ കരടിക്കുട്ടൻ അറിയാതെ കയറിയത് ഒരു സിംഹത്തിന്റെ ഗുഹയിലേക്കായിരുന്നു. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇതെന്താ മഴ അല്ലേ? അതെ, മഴ, വിശപ്പ്, കരടി. ആഹാ, അന്തസ്. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ മഴ പെയ്തപ്പോൾ അറിയാതെ ഓടിക്കയറിയതാണ്. നിങ്ങളുടെ ഗുഹ എന്ന് അറിഞ്ഞില്ല. ഗുഹയിലേക്ക് വരുന്ന അതിഥികളെ ഞങ്ങളൊന്നും ചെയ്യാറില്ല, അല്ലേ? അതെ, അവർ നേരെ വന്ന് സിംഹരാജാവിന് മുന്നിൽ ഇരുന്നു കൊടുക്കാറാണ് പതിവ്. ഒരുപാട് നാളായി ഒരു മുട്ടൻ കരടിയെ ശാപ്പിട്ടിട്ട്. അതെ അതെ, എന്നാൽ ഇവനെ അങ്ങോട്ട് ശരിപ്പെടുത്തുകയല്ലേ? നിൽക്ക്, എന്താ നിന്റെ കയ്യിലുള്ള കുടത്തിൽ? സിംഹരാജാവിന്റെ ഈ ചോദ്യം കേട്ടപ്പോൾ മിടുക്കനായ കരടിക്കുട്ടന് ഒരു ബുദ്ധി തോന്നി. പ്രഭു, വേറെ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താണ്? വേഗം പറയൂ. അത് ഈ കുറുക്കനും ചെന്നായും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞത് കേട്ടില്ലേ? രണ്ടാളും പുറത്തു പോകൂ. പ്രഭു, പുറത്തു നല്ല മഴയാണ്. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ പോരെ? പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ... പറയൂ, നിനക്കെന്താണ് പറയാനുള്ളത്? പ്രഭു, ഇതൊരു മാജിക് തേനാണ്. എന്റെ മുൻമുത്തശ്ശി നാട്ടിലെ പല ആയുർവേദ മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്ത് മാജിക്? എന്താണ് ഈ തേനിന്റെ പ്രത്യേകത? കേൾക്കട്ടെ. ഈ തേൻ ആര് കുടിക്കുന്നു അവർക്ക് ഈ കാട്ടിലെ ഏറ്റവും വലിയ ശക്തിയുള്ളതാവാം. അല്ലാതെ അവർക്ക് മരണമില്ല. എല്ലാ കാലത്തും ഒരുപോലെ പ്രായമാവാതെ നിൽക്കും. അത് കൊള്ളാമല്ലോ. എന്നാൽ ഈ കാട്ടിലെ രാജാവായ ഞാൻ തന്നെയാണ് ആ തേൻ കുടിക്കേണ്ടത്. അത് എനിക്ക് തന്നേക്ക്. അയ്യോ പ്രഭു, ഇത് അങ്ങനെ കുടിക്കാൻ പറ്റില്ല. പിന്നെ? വെറുതെ ഈ തേൻ മാത്രം കുടിച്ചാൽ ഇതിലെ മാജിക് ഗുണം ചെയ്യില്ല. അതിനൊരു കാര്യം കൂടി ചെയ്യണം. എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? ഒരു ചെന്നായുടെ വാൽ കൂടി ഇതിലിട്ട് തിളപ്പിച്ച് കഴിക്കണം. എന്നാലേ ഇതിന്റെ ഗുണം അനുഭവിക്കാൻ കഴിയൂ. എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ ചെന്നായുടെ വാൽ? ഇതുകൊണ്ട് അങ്ങ് തന്നെ ഈ തേനെടുത്തോളൂ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ചെന്നായ. മന്ത്രി, ചെന്നായോട് വേഗം വരാൻ പറയൂ. അയ്യോ, എന്റെ വാൽ ഞാൻ തരൂല. മന്ത്രി വിളിച്ചത് കേട്ടില്ലേ? ചെന്നായോട് വേഗം വരാൻ പറയൂ. ദാ വരുന്നു പ്രഭു. അവർ രണ്ടുപേരും പേടിച്ച് വിറച്ച് രാജാവിനെ കാണാൻ പോയി. എനിക്ക് നിങ്ങളുടെ വാൽ വേണം. ഇല്ല, ഞാൻ തരില്ല. ഇത് പറഞ്ഞ് ചെന്നായ ഓടി. മന്ത്രി, ഞാൻ അവനെ പിടിക്കാൻ പോവുകയാണ്. അതുവരെ ഈ കരടിയെ നോക്കണം. ഇതവന്റെ ബുദ്ധിയാണെങ്കിൽ അവനെ നമുക്ക് ഒരുമിച്ച് ശരിപ്പെടുത്താം. ഇതും പറഞ്ഞ് സിംഹം ചെന്നായയെ പിടിക്കാൻ പോയി. അങ്ങനെ ഗുഹയ്ക്കുള്ളിൽ കരടിയും കുറുക്കനും മാത്രമായി. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. എന്ത് കാര്യം? അത് നിങ്ങളോട് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് വേഗം സിംഹരാജാവിനെ വിളിച്ചു കൊണ്ടുവരുമോ? അയ്യടാ, നിന്റെ ഐഡിയ മനസ്സിലിരിക്കട്ടെ. ഞാൻ സിംഹരാജാവിനെ വിളിക്കാൻ പോകുന്ന തക്കം നോക്കി നിനക്ക് രക്ഷപ്പെടാനല്ലേ? അതെന്റെ അടുത്ത് നടക്കില്ല മോനെ. അയ്യോ, അതല്ല. തേനിനെ ശക്തി ലഭിക്കാൻ ചെന്നായുടെ വാൽ മാത്രം പോരാ. പിന്നെ വേറെ എന്താണ് വേണ്ടത്? അത് പറഞ്ഞാൽ നീയൊന്നും ചെയ്യരുതേ. ഇല്ല, നീ പറ. നിന്നെ നോക്കാൻ ഏൽപ്പിച്ച മഹാരാജാവ് പോയത്. സിംഹരാജാവ് വരുമ്പോൾ നിന്നെ ശരിയാക്കിയത് കണ്ടാൽ മൂപ്പർ എന്നെ ശരിയാക്കും. നീ കാര്യം പറ. അത് പിന്നെ ചെന്നായുടെ വാലിന്റെ കൂടെ ഒരു കുറുക്കന്റെ വാലും ചേർത്ത് വേണം തേൻ തിളപ്പിച്ച് കഴിക്കാൻ. എന്നാലേ ഈ തേനിന്റെ ശക്തി ഫലിക്കൂ. ദൈവമേ, നീ എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഇത് നീ ആ വട്ടൻ രാജാവിനോട് പറയല്ലേ? പറയാതെ പിന്നെ മാന്ത്രിക തേനിന്റെ ശക്തി ഫലിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ ശരിയാക്കിയില്ലേ രാജാവ്? ആ രാജാവ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ കാശിക്ക് പോയെന്ന് പറഞ്ഞേക്ക്.
അങ്ങനെ മഴ മാറി കരടി തന്റെ തേനുമായി വീട്ടിലേക്ക് പോയി. മിടുക്കനായ കരടിക്ക് അവസരോചിതമായ ഇടപെടൽ കാരണം സ്വന്തം ജീവൻ തിരിച്ചു കിട്ടി. ജീവിതത്തിൽ പേടിക്കാതെ മുന്നേറുക. പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു മടിയനും പേടിത്തൊണ്ടനുമായ മുയൽ താമസിച്ചിരുന്നു. മടി കാരണം വീട്ടിൽ ഒന്നും തന്നെ കഴിക്കാനുണ്ടായിരുന്നില്ല. ഒരു ദിവസം അമ്മോ, വിശക്കുന്നല്ലോ. കഴിക്കാനാണെങ്കിൽ ഇവിടെ ഒന്നുമില്ലതാനും. പുറത്തിറങ്ങാനും മടി. ഇനി പുറത്തിറങ്ങാതെ രക്ഷയില്ല. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ മടിയനായ മുയൽ മനസ്സില്ലാ മനസ്സോടെ ഭക്ഷണം തേടി പുറപ്പെട്ടു. അപ്പോഴാണ് ഒരാമ അതുവഴി നടന്നു വന്നത്. അല്ല, ഇതാര്? എത്ര നാളായി കണ്ടിട്ട്. നമുക്കൊരു ഓട്ട മത്സരം വെക്കണ്ടേ? മതി കളിയാക്കിയത്. അന്ന് ഞാൻ ഉറങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ് നീ ജയിച്ചത്. അത് നീ മറക്കരുത്. അത് ശരി, നീ ഉറങ്ങിപ്പോയതിന് ഞാൻ എന്ത് പിഴച്ചോ? അഹങ്കാരം നല്ലതല്ല. എന്ത് പഠിപ്പിച്ചു തന്നില്ലേ, അതിനൊരു താങ്ക്സ് ഉണ്ടിട്ടാ. അതൊക്കെ പോട്ടെ, വിശന്നിട്ട് വയ്യ. നിന്റെ കയ്യില് എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ഞാൻ നിനക്ക് വേണ്ടി ആ മാവുംചോട്ടിൽ കുറച്ച് ക്യാരറ്റ് കൂട്ടിയിട്ടിട്ടുണ്ട്. അതെടുത്തോന്ന് പറയാൻ വേണ്ടി വീട്ടിലേക്ക് വരികയായിരുന്നു. ആണോ? എന്നാൽ ആദ്യമേ പറയണ്ടേ? താങ്ക് യു ആമക്കുട്ടാ. ഇങ്ങനെ ഒരു മടിയും കൊതിയൻ. പെട്ടെന്നാണ് ദൂരെ കുറച്ച് ക്യാരറ്റ് കൂട്ടിയിട്ടത് നമ്മുടെ മുയൽ കണ്ടത്. ഇത് കണ്ട മുയലിന്റെ നാവിൽ വെള്ളമുറി. അങ്ങനെ നമ്മുടെ മടിയനായ മുയൽ ആത്തിയോടെ അവിടെ കിടന്ന ക്യാരറ്റ് മുഴുവൻ ശാപ്പിട്ടു. എന്താ സ്വാദ്! എന്നും ഇങ്ങനെ ക്യാരറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. നല്ല ശീലം. ഇനി കുറച്ച് ഉറങ്ങിയിട്ട് പോകാം. മടിയനായ മുയൽ വീണ്ടും മടി പിടിച്ച് തൊട്ടടുത്തുള്ള ഒരു മരത്തിന് ചുവട്ടിൽ പോയി കിടന്നുറങ്ങി. പെട്ടെന്നാണ് അവൻ ഒരു സ്വപ്നം കണ്ടത്. ആകാശം വലിയ കഷ്ണങ്ങളായി പിളർന്ന് ഭൂമിയിലേക്ക് വീഴുന്ന പോലെ മുയലിന് തോന്നി. പെട്ടെന്നാണ് ഒരു മാമ്പഴം മുയലിന്റെ തലയിൽ വീണത്. ഇതും പറഞ്ഞ് മുയൽ ഓടാൻ തുടങ്ങി. ഹലോ, ഒന്ന് നിന്നേ. എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. ജീവൻ വേണമെങ്കിൽ എന്റെ കൂടെ ഓടിക്കോ. അതെനിക്കെങ്ങനെ? ഓടി പരിചയമില്ല. ചാടിയ ശീലം. എന്താണ് കാര്യം? ആകാശം ഇടിഞ്ഞു വീഴുന്നു. ഞാൻ അവിടെ മാവും ചുവട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാ ഞാൻ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല. പടച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞൊരൊറ്റ ഓട്ടം. മാന്യ മഹാമൃഗങ്ങളെ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു. പെട്ടെന്നാണ് അതുവഴി നടന്നു വന്ന കരടി മുയലും കുരങ്ങനും ഓടുന്നത് കണ്ടത്. ഹലോ, ഒന്ന് നിന്നെ. രണ്ടാളും എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? ഓട്ട മത്സരമാണോ? തമാശ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ആകാശം ഇടിഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും ഓടാൻ തുടങ്ങി. അപ്പോഴതാ വഴിയിൽ ഒരു മരത്തിന് താഴെ ഒരാന കിടന്നുറങ്ങുന്നു. എങ്ങോട്ടാ 3 പേരും പേടിച്ചോടിപ്പോകുന്നത്? ആകാശം ഇടിഞ്ഞു വീണോ? അതെ, നിനക്കെങ്ങനെ മനസ്സിലായി ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്ന്? ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അങ്ങനെ അവർ 4 പേരും ഓടാൻ തുടങ്ങി. ജീവൻ വേണ്ടവർ ഓടിക്കോ, ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നേ. ഓടി ഓടി അവർ സിംഹത്തിന്റെ ഗുഹയുടെ മുന്നിലെത്തി. എന്താണ് ഒരു ബഹളം? ഉറങ്ങാനും സമ്മതിക്കില്ലേ? എന്താണ് ഇവിടെ ഇത്രയും ബഹളം? ഉറങ്ങാൻ സമ്മതിക്കില്ലേ? പ്രഭു, ആകാശം വീഴാൻ പോകുന്നു. ആരാണ് പറഞ്ഞത്? ഈ ആനയാണ് എന്നോട് പറഞ്ഞത്. അയ്യോ, ഞാനല്ല, എന്നോട് കരടിയാണ് പറഞ്ഞത്. എന്നോട് കുരങ്ങനാണ് പറഞ്ഞത് പ്രഭു. എന്നോട് പറഞ്ഞത് ഈ മുയലാണ് പ്രഭു.
അപ്പോൾ നീയാണ് എല്ലാത്തിനും കാരണം അല്ലേ? പ്രഭു, ഞാൻ കള്ളം പറഞ്ഞതല്ല പ്രഭു. ഞാൻ കണ്ടതാണ് ആകാശം ഇടിഞ്ഞു വീഴുന്നത്. എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ടും ഞാൻ കണ്ടതാണ്. ഞാൻ സത്യമാണ് പറയുന്നത്. ആകാശം ഇടിഞ്ഞു വീഴുന്നത് നീ എവിടെയാണ് കണ്ടത്? എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ എല്ലാം കാണിച്ചു തരാം പ്രഭു. അങ്ങനെ മുയൽ ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് അവരെത്തി. ഇവിടെ ഒരു മാങ്ങ മാത്രമാണല്ലോ ഉള്ളത്. ഇതാണോ നീ പറഞ്ഞ ആകാശത്തിന്റെ കഷ്ണം? അത് നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. സ്വപ്നം കണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെ നിനക്ക് തോന്നിയതാവും. അത് ബാക്കി മൃഗങ്ങളെയും പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു. അതല്ലേ ശരിക്കും ഉണ്ടായത്? ക്ഷമിക്കണം പ്രഭു, എനിക്ക് തെറ്റുപറ്റി. ഞാനൊരു സ്വപ്നം കണ്ടതായിരുന്നു. കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കരുത്.